പ്രിയരെ, സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എഫേസോസ് ലേഖനം നാം പഠിച്ചു കഴിഞ്ഞു. ഇനി മൂല്യനിർണയമാണ്. ഇതിനായി എഫേസോസിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓപ്ഷനുകളോട് കൂടിയ 100 മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരങ്ങൾ ABCD ക്രമത്തിൽ അവസാന ഭാഗത്തുണ്ട്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരങ്ങൾ OMR ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക. അവസാനം ഉത്തരങ്ങൾ എണ്ണി നോക്കി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമന്റ് ചെയ്യുമല്ലോ. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. പൗലോസ്ലീഹ തൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിൽ എത്ര വർഷമാണ് എഫേസോസ് കേന്ദ്രമാക്കി പ്രവർത്തിച്ചിട്ടുള്ളത്? A 2 വർഷത്തോളം, B 3 വർഷത്തോളം, C 4 വർഷത്തോളം, D 5 വർഷത്തോളം. 2. എഫേസോസുകാർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് എവിടെ വച്ചെന്നാണ് കരുതപ്പെടുന്നത്? A റോമിൽ, B മക്കെദോനിയയിൽ, C ഗ്രീസിൽ, D ഈജിപ്തിൽ. 3. രക്ഷയിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്നത് ആരാണ്? A ചുങ്കക്കാർ, B പാപികൾ, C വിജാതിയർ, D യഹൂദർ. 4. പൗലോസ്ലീഹ എഫേസോസ് ലേഖനം എഴുതിയത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിലുള്ള ആർക്കാണ്? A വിശ്വാസികൾക്ക്, B വിജാതിയർക്ക്, C പാപികൾക്ക്, D വിശുദ്ധർക്ക്. 5. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ നമ്മെ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്തത് ആരിലാണ്? A ക്രിസ്തുവിൽ, B ദൈവത്തിൽ, C കർത്താവിൽ, D പരിശുദ്ധാത്മാവിൽ. 6. നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നത് എപ്രകാരമാണ്? A ക്രിസ്തുവിൻ്റെ രക്തം വഴി, B ക്രിസ്തുവിൻ്റെ കൃപ വഴി, C ദൈവത്തിൻ്റെ കൃപ വഴി, D കർത്താവിൻ്റെ ദാനം വഴി. 7. ക്രിസ്തുവിൽ വ്യക്തമാക്കിയ ദൈവത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് എന്താണ് മനസ്സിലാക്കി തന്നത്? A തൻ്റെ പ്രവർത്തനത്തിൻ്റെ മഹത്വം, B തൻ്റെ പദ്ധതിയുടെ രഹസ്യം, C തൻ്റെ കൃപയുടെ മഹത്വം, D തൻ്റെ ജ്ഞാനത്തിൻ്റെ മേന്മ. 8. രക്ഷയുടെ സദ്വാർത്ത എന്താണ്? A ജീവന്റെ വചനം, B സത്യത്തിൻ്റെ വചനം, C നീതിയുടെ വചനം, D കൃപയുടെ വചനം. 9. എന്തനുസരിച്ചാണ് ദൈവം എല്ലാം പൂർത്തിയാക്കുന്നത്? A തൻ്റെ പദ്ധതി അനുസരിച്ച്, B തൻ്റെ ഇഷ്ടമനുസരിച്ച്, C തൻ്റെ ഹിതമനുസരിച്ച്, D തൻ്റെ യോഗ്യതയനുസരിച്ച്. 10. ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരം ആരാണ്? A ക്രിസ്തു, B വിശുദ്ധർ, C പരിശുദ്ധാത്മാവ്, D കർത്താവ്. 11. എഫേസോസുകാരുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും വിശുദ്ധരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ട നാൾ മുതൽ തൻ്റെ എന്തിൽ എഫേസോസുകാരെ അനുസ്മരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? A പ്രഭാഷണങ്ങളിൽ, B പ്രഘോഷണങ്ങളിൽ, C പ്രസംഗങ്ങളിൽ, D പ്രാർത്ഥനകളിൽ. 12. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്ത് എഫേസോസുകാർക്ക് പ്രദാനം ചെയ്ത് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് അവരെ നയിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? A വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ, B കർത്താവായ യേശുവിനെ, C രക്ഷകരായ കർത്താവിനെ, D ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ. 13. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് ദൈവം എഫേസോസുകാരെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും എഫേസോസുകാരുടെ എന്തിനെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? A ആന്തരിക ഹൃദയങ്ങളെ, B ആന്തരിക ബുദ്ധിയെ, C ആന്തരിക നേത്രങ്ങളെ, D ആന്തരിക ജ്ഞാനത്തെ. 14. അതുവഴി അവൻ്റെ പ്രഭാപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ ഡാഷ് ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാക്കട്ടെ, പൂരിപ്പിക്കുക. A അജയ്യമായ, B അപരിമേയമായ, C മഹനീയമായ, D സ്വർഗീയമായ. 15. ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്രിസ്തുവിനെ ഉപരിയായി ഉപവിഷ്ടനാക്കിയെന്ന് എഫേസോസ് 1:21 പറയുന്നവയിൽ മൂന്നാമത്തേത് എന്താണ്? A ആധിപത്യങ്ങൾക്കും, B ശക്തികൾക്കും, C അധികാരങ്ങൾക്കും,
ഡി പ്രഭുത്വങ്ങൾക്കും. 16 എല്ലാ വസ്തുക്കളെയും ക്രിസ്തുവിൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കിയ ദൈവം എല്ലാറ്റിനും മുകളിൽ ക്രിസ്തുവിനെ എന്തായിട്ടാണ് നിയമിച്ചത്? എ സ്വർഗത്തിൻ്റെ തലവനായി, ബി സഭയ്ക്ക് തലവനായി, സി പ്രപഞ്ചത്തിൻ്റെ തലവനായി, ഡി മനുഷ്യകുലത്തിൻ്റെ തലവനായി. 17 സഭ ആരുടെ ശരീരമാണ്? എ ക്രിസ്തുവിൻ്റെ, ബി ദൈവത്തിൻ്റെ, സി കർത്താവിൻ്റെ, ഡി വിശ്വാസികളുടെ. 18 ഒരിക്കൽ എഫേസോസുകാർ എന്തുമൂലം മൃതരായിരുന്നു എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? എ അപരാധങ്ങളും പാപങ്ങളും മൂലം, ബി തിന്മകളും പാപങ്ങളും മൂലം, സി അജ്ഞതയും അവിവേകവും മൂലം, ഡി അന്ധവിശ്വാസവും തിന്മകളും മൂലം. 19 മൃതരായിരുന്നപ്പോൾ എഫേസോസുകാർ ആരെ അനുസരിച്ചാണ് നടന്നിരുന്നത്? എ ദുഷ്ടശക്തികളുടെ അധിപതിയെ, ബി ആത്മീയ ശക്തികളുടെ നാഥനെ, സി അന്ധകാര ശക്തികളുടെ നാഥനെ, ഡി അന്തരീക്ഷ ശക്തികളുടെ അധീശനെ. 20 അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മൾ ജീവിച്ചത് എന്തിലാണ്? എ ലൗകിക സുഖങ്ങളിൽ, ബി ലൗകിക ആഗ്രഹങ്ങളിൽ, സി ജഡ സുഖങ്ങളിൽ, ഡി ജഡമോഹങ്ങളിൽ. 21 പാപം വഴി നമ്മൾ മരിച്ചവരായിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ചത് എന്താണ്? എ മഹത്തായ സ്നേഹം, ബി മഹത്തായ കാരുണ്യം, സി മഹത്തായ കരുണ, ഡി മഹത്തായ കൃപ. 22 എഫേസോസുകാർ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? എ കൃപയാൽ, ബി സ്നേഹത്താൽ, സി നന്മയാൽ, ഡി ക്രിസ്തുവിനാൽ. 22 ദൈവം യേശുക്രിസ്തുവിനാൽ നമ്മോട് കാണിച്ച എന്തിനാലാണ് വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാൻ നമ്മെ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തത്? എ കാരുണ്യത്താൽ, ബി വിശ്വാസത്താൽ, സി കൃപാസമൃദ്ധിയാൽ, ഡി പ്രത്യാശയാൽ. 23 വിശ്വാസം വഴി കൃപയാൽ എഫേസോസുകാർ രക്ഷിക്കപ്പെട്ടത് സ്വയം നേടിയെടുത്തതല്ലെന്ന് പറയുന്ന പൗലോസ്ലീഹ പിന്നെ എങ്ങനെ ലഭിച്ചു എന്നാണ് പ്രതിപാദിക്കുന്നത്? എ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി, ബി കർത്താവിൻ്റെ ദാനമായി, സി ദൈവത്തിൻ്റെ ദാനമായി, ഡി ക്രിസ്തുവിൻ്റെ ദാനമായി. 24 ആരും എന്തിൽ അഹങ്കരിക്കേണ്ടതില്ലെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞത്? എ അനുഗ്രഹിക്കപ്പെട്ടതിൽ, ബി ദൈവകൃപ ലഭിച്ചതിൽ, സി രക്ഷിക്കപ്പെട്ടതിൽ, ഡി ഉയർപ്പിക്കപ്പെട്ടതിൽ. 25 എഫേസോസ് 2:10 പ്രകാരം നാം ദൈവത്തിൻ്റെ എന്താണ്? എ സൃഷ്ടിയാണ്, ബി കരവേലയാണ്, സി പുത്രരാണ്, ഡി കളിമൺ പാത്രമാണ്. 26 എഫേസോസുകാർ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ എഫേസോസുകാരെ വിളിച്ചിരുന്നത് എന്താണ്? എ അപരിഷ്കൃതർ, ബി അപരിച്ഛേദിതർ, സി അവിശ്വാസികൾ, ഡി വിജാതീയർ. 27 ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ എഫേസോസുകാർ ആയിരുന്നതായി പൗലോസ്ലീഹ അവരെ അനുസ്മരിക്കുന്നതിൽ നാലാമത്തേത് എന്താണ്? എ പ്രത്യാശയില്ലാത്തവരായിരുന്നു, ബി ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്നു, സി ദൈവവിശ്വാസികളല്ലാത്തവരായിരുന്നു, ഡി ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരായിരുന്നു. 28 ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന എഫേസോസുകാർ ആരിലാണ് ഇപ്പോൾ സമീപസ്ഥരായിരിക്കുന്നത്? എ ക്രിസ്തുവിൽ, ബി ദൈവത്തിൽ, സി കർത്താവിൽ, ഡി പരിശുദ്ധാത്മാവിൽ. 29 നമ്മുടെ സമാധാനം ആരെന്നാണ് എഫേസോസ് 2:14 പറയുന്നത്? എ പരിശുദ്ധാത്മാവ്, ബി ദൈവം, സി ക്രിസ്തു, ഡി കർത്താവ്. 30 കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ഡാഷ് അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി പൂരിപ്പിക്കുക. എ അടിമത്വം, ബി ആധിപത്യം, സി മതിലുകൾ, ഡി രഹസ്യം. 31 യേശുക്രിസ്തു ഒരേ ശരീരത്തിൽ സമീപസ്ഥരെയും വിദൂരസ്ഥരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിച്ചത് എങ്ങനെയാണ്? എ കുരിശു വഴി, ബി രക്തം വഴി, സി സ്നേഹം വഴി, ഡി വചനം വഴി. 32 വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും യേശുക്രിസ്തു എന്താണ് പ്രസംഗിച്ചത്? എ സുവിശേഷം, ബി സ്നേഹം, സി സമാധാനം, ഡി രക്ഷ. 33 വിദൂരസ്ഥരോടും സമീപസ്ഥരോടും
യേശുക്രിസ്തു സമാധാനം പ്രസംഗിച്ചതിൻ്റെ ഫലമായി ആരിലൂടെയാണ് ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്? എ പരിശുദ്ധാത്മാവിലൂടെ, ബി കർത്താവിലൂടെ, സി ദൈവത്തിലൂടെ, ഡി യേശുക്രിസ്തുവിലൂടെ. 34. ഒരേ ആത്മാവിൽ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന എഫേസോസുകാർ ഇനിമേൽ എന്തല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ അന്യരോ പരദേശികളോ അല്ല, ബി വിജാതീയരോ അന്യരോ അല്ല, സി പരാജിതരോ പാപികളോ അല്ല, ഡി പാപികളോ അവിശ്വാസികളോ അല്ല. 35. എഫേസോസുകാർ പണിതുയർത്തപ്പെട്ടത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന എന്തിലാണ്? എ അടിത്തറമേൽ, ബി വിശ്വാസത്തിന്മേൽ, സി ആലയത്തിന്മേൽ, ഡി സഭയിന്മേൽ. 36. കർത്താവിൽ പരിശുദ്ധ ആലയമായി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? എ ദൈവസഭ, ബി ദൈവഭവനം, സി ദൈവവചനം, ഡി ദൈവജനം. 37. ആരിലാണ് ദൈവത്തിൻ്റെ വാസസ്ഥലമായി എഫേസോസുകാർ ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എ കർത്താവിൽ, ബി പരിശുദ്ധാത്മാവിൽ, സി ദൈവത്തിൽ, ഡി പൗലോസിൽ. 38. പൗലോസ്ലീഹ ആരെ പ്രതിയാണ് വിജാതീയരായ എഫേസോസുകാർക്ക് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്നത്? എ ദൈവത്തെ പ്രതി, ബി സഭയെ പ്രതി, സി ക്രിസ്തുവിനെ പ്രതി, ഡി വിജാതീയരെ പ്രതി. 39. എഫേസോസുകാർക്ക് വേണ്ടി പൗലോസ്ലീഹ എന്ത് കൈകാര്യം ചെയ്യാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്? എ ദൈവവചനം, ബി സുവിശേഷം, സി ദൈവകൃപ, ഡി ദൈവകൽപ്പന. 40. പൗലോസ്ലീഹായ്ക്ക് രഹസ്യം വെളിവായത് എങ്ങനെയാണ്? എ വെളിപാട് വഴി, ബി പ്രവചനം വഴി, സി ദൈവവചനം വഴി, ഡി പരിശുദ്ധാത്മാവ് വഴി. 41. പൗലോസ്ലീഹായ്ക്ക് ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള എന്താണ് ലഭിച്ചിരിക്കുന്നത്? എ ഉൾക്കാഴ്ച, ബി വിവേകം, സി ജ്ഞാനം, ഡി വെളിപാട്. 42. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആരാലാണ് വെളിവാക്കപ്പെട്ടത്? എ ദൈവത്തിനാൽ, ബി കർത്താവിനാൽ, സി ക്രിസ്തുവിനാൽ, ഡി പരിശുദ്ധാത്മാവിനാൽ. 43. പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് കൂട്ടവാസികൾ ആരാണ്? എ എഫേസോസുകാർ, ബി വിദൂരസ്ഥർ, സി സമീപസ്ഥർ, ഡി വിജാതീയർ. 44. പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതീയർ എന്തിലൂടെയാണ് യേശുക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുകളാണെന്ന് പറയുന്നത്? എ വചനത്തിലൂടെ, ബി വെളിപാടിലൂടെ, സി സുവിശേഷത്തിലൂടെ, ഡി ശുശ്രൂഷയിലൂടെ. 45. എന്ത് പ്രവർത്തനങ്ങളുടെ ഫലമായാണ് പൗലോസ്ലീഹായ്ക്ക് ഈ കൃപാവരം ലഭിച്ചത്? എ ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ, ബി കർത്താവിൻ്റെ കൃപയുടെ, സി ദൈവത്തിൻ്റെ ശക്തിയുടെ, ഡി വചനത്തിൻ്റെ ശക്തിയുടെ. 46. ആരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനുള്ള വരമാണ് പൗലോസ്ലീഹായ്ക്ക് നൽകപ്പെട്ടത്? എ യഹൂദരോട്, ബി വിജാതീയരോട്, സി പാപികളോട്, ഡി അവിശ്വാസികളോട്. 47. എഫേസോസ് 3:9 ദൈവത്തിൻ്റെ വിശേഷണം എന്താണ്? എ സർവശക്തൻ, ബി സകലത്തിൻ്റെയും സൃഷ്ടാവ്, സി പ്രപഞ്ച സൃഷ്ടാവ്, ഡി ലോകകർത്താവ്. 48. എഫേസോസ് 3:9 പ്രകാരം പൗലോസ്ലീഹ സ്വയം വിശേഷിപ്പിക്കുന്നത് എന്താണ്? എ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ, ബി ക്രിസ്തുവിൻ്റെ തടവുകാരൻ, സി വിശുദ്ധരിൽ ഏറ്റവും നിസാരൻ, ഡി വിജാതീയരുടെ അപ്പസ്തോലൻ. 49. എവിടെയുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കുമാണ് സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം ഇപ്രകാരം ചെയ്തത്? എ ഭൗമിക ഇടങ്ങളിലുള്ള, ബി ലൗകിക ഇടങ്ങളിലുള്ള, സി സ്വർഗീയ ഇടങ്ങളിലുള്ള, ഡി പരിശുദ്ധ ഇടങ്ങളിലുള്ള. 50. ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുന്ന പ്രത്യാശയും നമുക്കുള്ളത് യേശുക്രിസ്തുവിലുള്ള എന്ത് മൂലമാണ്? എ വിശ്വാസം, ബി സ്നേഹം, സി വിവേകം, ഡി കൂട്ടായ്മ. 51. പൗലോസ്ലീഹ എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകൾ അവരുടെ എന്താണ്?
എ മഹത്വം, ബി അഭിമാനം, സി ബഹുമതി, ഡി ശ്രേഷ്ഠത. 52. എവിടെയൊക്കെയുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിലാണ് പൗലോസ്ലീഹ മുട്ടുമടക്കുന്നത്? എ ഭൂമിയിലും സ്വർഗത്തിലുമുള്ള, ബി സ്വർഗത്തിലും ഭൂമിയിലുമുള്ള, സി വിദൂരത്തിലും സമീപത്തിലുമുള്ള, ഡി ആകാശത്തിലും ഭൂമിയിലുമുള്ള. 53. എന്തുവഴി ക്രിസ്തു എഫേസോസുകാരുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? എ പീഠകൾ വഴി, ബി പ്രാർത്ഥന വഴി, സി വിശ്വാസം വഴി, ഡി ആത്മാവ് വഴി. 54. ആരോടൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ എഫേസോസുകാർക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ എല്ലാ വിശുദ്ധരോടുമൊപ്പം, ബി എല്ലാ വിശ്വാസികളോടുമൊപ്പം, സി എല്ലാ അപ്പസ്തോലന്മാരോടൊപ്പം, ഡി എല്ലാ എഫേസോസുകാരോടൊപ്പം. 55. എഫേസോസ് 4:1 പ്രകാരം പൗലോസ്ലീഹ തടവുകാരനായി തീർന്നിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? എ ക്രിസ്തുവിനു വേണ്ടി, ബി കർത്താവിനു വേണ്ടി, സി ദൈവവചനത്തിനു വേണ്ടി, ഡി എഫേസോസുകാർക്ക് വേണ്ടി. 56. പൂർണ്ണമായ വിനയത്തോടും ഡാഷ് ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ, പൂരിപ്പിക്കുക. എ സഹനത്തോടും, ബി ശാന്തതയോടും, സി വിശുദ്ധിയോടും, ഡി സമാധാനത്തോടും. 57. എഫേസോസുകാരോട് സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്തു നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ആത്മാവിൻ്റെ ഐക്യം, ബി കർത്താവിൻ്റെ സ്നേഹം, സി ദൈവത്തിൻ്റെ കൃപ, ഡി പരിശുദ്ധാത്മാവിൻ്റെ ദാനം. 58. എഫേസോസുകാരെ വിളിക്കപ്പെട്ടത് എന്തിലാണ്? എ ഒരേ ആത്മാവിൽ, ബി ഒരേ പ്രത്യാശയിൽ, സി ഒരേ കർത്താവിൽ, ഡി ഒരേ ദൈവത്തിൽ. 59. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി എന്താണ് നൽകപ്പെട്ടിരിക്കുന്നത്? എ വരങ്ങൾ, ബി അനുഗ്രഹം, സി കൃപ, ഡി വിശ്വാസം. 60. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ എത്ര തടവുകാരെയാണ് കൂടെ കൊണ്ടുപോയത്? എ അസംഖ്യം, ബി ധാരാളം, സി അനേകം, ഡി എണ്ണമറ്റ. 61. എഫേസോസ് 4-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത്? എ 5, ബി 4, സി 3, ഡി 2. 62. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തത് എന്തിനെ പൂരിതമാക്കാൻ വേണ്ടിയാണ്? എ എല്ലാ സൃഷ്ടികളെയും, ബി എല്ലാ വസ്തുക്കളെയും, സി എല്ലാ വിശുദ്ധരെയും, ഡി എല്ലാ മനുഷ്യരെയും. 63. എഫേസോസ് 4:11 പ്രകാരം ക്രിസ്തു ചിലർക്ക് നൽകിയ 4-ാമത്തെ വരം എന്താണ്? എ ഇടയന്മാർ ആകാനുള്ള വരം, ബി അപ്പസ്തോലന്മാർ ആകാനുള്ള വരം, സി പ്രവാചകന്മാർ ആകാനുള്ള വരം, ഡി പ്രബോധകരാകാനുള്ള വരം. 64. ക്രിസ്തു ചിലർക്ക് 5 ശുശ്രൂഷകൾക്കുള്ള വരം നൽകിയത് ആരുടെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ്? എ സഭയുടെ, ബി ക്രിസ്തുവിൻ്റെ, സി ദൈവത്തിൻ്റെ, ഡി പരിശുദ്ധാത്മാവിൻ്റെ. 65. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽ പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ആര് ആകരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ശിശുക്കളാകരുത്, ബി ദുർബലരാകരുത്, സി വിഡ്ഢികളാകരുത്, ഡി ഭീരുക്കളാകരുത്. 66. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് എന്തിൽ സത്യം പറഞ്ഞുകൊണ്ടാണ്? എ നീതിയിൽ, ബി സ്നേഹത്തിൽ, സി പ്രവൃത്തിയിൽ, ഡി ഹൃദയത്തിൽ. 67. ആര് വഴിയാണ് ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ടത് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നത്? എ ക്രിസ്തു വഴി, ബി കർത്താവ് വഴി, സി പരിശുദ്ധാത്മാവ് വഴി, ഡി ദൈവം വഴി. 68. എഫേസോസുകാർ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന ആരെപ്പോലെ ജീവിക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ അവിശ്വാസികളെപ്പോലെ, ബി പാപികളെപ്പോലെ, സി വിജാതീയരെപ്പോലെ, ഡി അക്രമികളെപ്പോലെ. 69. എന്ത് നിമിത്തമാണ്
വിജാതിയർക്ക് അജ്ഞത ബാധിച്ചത്? എ. ഹൃദയകാഠിന്യ നിമിത്തം, ബി. തിന്മ നിമിത്തം, സി. പാപം നിമിത്തം, ഡി. അസത്യം നിമിത്തം. 70. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട മനസ്സ് മരവിച്ച വിജാതിയർ ആവേശത്തോടെ മുഴുകിയത് എന്തിലാണ്? എ. എല്ലാത്തരം അശുദ്ധ ചിന്തകളിലും, ബി. എല്ലാത്തരം മ്ലേച്ഛ പ്രവൃത്തികളിലും, സി. എല്ലാത്തരം അശുദ്ധികളിലും, ഡി. എല്ലാത്തരം അനീതികളിലും. 71. എഫേസോസുകാരുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ആരെ ദൂരെ എറിയുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ദുഷ്ട മനുഷ്യനെ, ബി. ചീത്ത മനുഷ്യനെ, സി. പാപ മനുഷ്യനെ, ഡി. പഴയ മനുഷ്യനെ. 72. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. വാക്യം ഏതാണ്? എ. എഫേസോസ് 1:26, ബി. എഫേസോസ് 2:26, സി. എഫേസോസ് 3:25, ഡി. എഫേസോസ് 4:25. 73. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. തിന്മ, ബി. കളവ്, സി. ചതി, ഡി. പാപം. 74. ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? എ. സാത്താന്, ബി. പിശാചിന്, സി. ചെകുത്താന്, ഡി. അശുദ്ധാത്മാവിന്. 75. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യാൻ പൗലോസ്ലീഹ ഉപദേശിക്കുന്നത് ആരെയാണ്? എ. അലസനെ, ബി. മോഷ്ടാവിനെ, സി. പിശുക്കനെ, ഡി. മടിയനെ. 76. എഫേസോസുകാരുടെ അധരങ്ങളിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. മ്ലേച്ഛമായ വാക്കുകൾ, ബി. അർദ്ധശൂന്യമായ വാക്കുകൾ, സി. തിന്മയുടെ വാക്കുകൾ, ഡി. കോപവാക്കുകൾ. 77. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ആരെ വേദനിപ്പിക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ദൈവത്തിൻ്റെ പുത്രനെ, ബി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, സി. പിതാവായ ദൈവത്തെ, ഡി. രക്ഷകനായ ദൈവപുത്രനെ. 78. ദൈവം ക്രിസ്തു വഴി എഫേസോസുകാരോട് ക്ഷമിച്ചതുപോലെ എഫേസോസുകാരും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എങ്ങനെ പെരുമാറുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ഹൃദയാർദ്രതയോടെ, ബി. സ്നേഹത്തോടെ, സി. കരുണയോടെ, ഡി. ശാന്തതയോടെ. 79. ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് എന്തായിട്ടാണ്? എ. പാപപരിഹാര ബലിയായി, ബി. സുരഭില കാഴ്ചയും ബലിയുമായി, സി. കൃതജ്ഞതാ ബലിയായി, ഡി. കാഴ്ചവസ്തുവും കാണിക്കയുമായി. 80. ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കാനാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് ആവശ്യപ്പെടുന്നത്? എ. വിശുദ്ധർക്ക്, ബി. ദൈവത്തിന്, സി. കർത്താവിന്, ഡി. ക്രിസ്തുവിന്. 81. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ലെന്ന് പറയുന്ന പൗലോസ്ലീഹ നമുക്ക് എന്താണ് ഉചിതം എന്നാണ് പറയുന്നത്? എ. സ്നേഹമുള്ള വാക്കുകൾ, ബി. കൃതജ്ഞതാ സ്തോത്രം, സി. ആത്മീയ ഗീതങ്ങൾ, ഡി. സ്നേഹ സംഭാഷണം. 82. ഒരിക്കൽ എഫേസോസുകാർ എന്തായിരുന്നു എന്നാണ് പൗലോസ്ലീഹ എഫേസോസ് 5:8 പറയുന്നത്? എ. ദുഷ്ടർ, ബി. അശുദ്ധർ, സി. അന്ധകാരം, ഡി. അവിശ്വാസികൾ. 83. ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? എ. ഉറങ്ങുന്നവനോട്, ബി. മരിച്ചവനോട്, സി. അവിശ്വാസിയോട്, ഡി. അഹങ്കാരിയോട്. 84. ഇപ്പോൾ എങ്ങനെയുള്ള ദിനങ്ങളെന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരെ ഓർമ്മിപ്പിക്കുന്നത്? എ. തിന്മയുടെ, ബി. ദുഷ്ടതയുടെ, സി. അനീതിയുടെ, ഡി. അശുദ്ധിയുടെ. 85. എങ്ങനെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ. ദുഷ്ടരാകാതെ, ബി. വിഡ്ഢികളാകാതെ, സി. ഭോഷന്മാരാകാതെ, ഡി. അവിശ്വാസികളാകാതെ. 86. ആരോടുള്ള ബഹുമാനത്തെ പ്രതി പരസ്പരം വിധേയരായിരിക്കുവിൻ എന്നാണ് എഫേസോസുകാരോട് പൗലോസ്ലീഹ പറയുന്നത്? എ. ദൈവത്തോടുള്ള,
ബി കർത്താവിനോടുള്ള, സി ക്രിസ്തുവിനോടുള്ള, ഡി പരിശുദ്ധാത്മാവിനോടുള്ള. 87 എന്തിനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് എഫേസോസ് 5:23 പൗലോസ്ലീഹ വിശേഷിപ്പിക്കുന്നത്? എ വചനത്തെ, ബി സഭയെ, സി ദേവാലയത്തെ, ഡി സ്വർഗത്തെ. 88 ക്രിസ്തു സഭയെ വെണ്മയുള്ളതാക്കിയത് എങ്ങനെയാണ്? എ പീഠകളാൽ, ബി വചനത്താൽ, സി രക്തത്താൽ, ഡി ജലത്താൽ. 89 നാം ആരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്? എ ക്രിസ്തുവിൻ്റെ, ബി ദൈവത്തിൻ്റെ, സി കർത്താവിൻ്റെ, ഡി പരിശുദ്ധാത്മാവിൻ്റെ. 90 പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ഒരു വലിയ ഉടമ്പടി, ബി ഒരു വലിയ രഹസ്യം, സി ഒരു വലിയ സ്നേഹം, ഡി ഒരു വലിയ ബന്ധം. 91 എഫേസോസ് 5:33 പ്രകാരം തന്നെപ്പോലെ തന്നെ ആരെ സ്നേഹിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ അയൽക്കാരനെ, ബി ഭാര്യയെ, സി ഭർത്താവിനെ, ഡി സ്നേഹിതനെ. 92 കുട്ടികളോട് ആരിലാണ് നിങ്ങൾ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവൻ എന്ന് പൗലോസ്ലീഹ പറയുന്നത്? എ കർത്താവിൽ, ബി ക്രിസ്തുവിൽ, സി ദൈവത്തിൽ, ഡി വിശുദ്ധരിൽ. 93 കുട്ടികളിൽ കോപം ഉളവാക്കരുതെന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരോടാണ്? എ മാതാപിതാക്കളോട്, ബി അധ്യാപകരോട്, സി പിതാക്കന്മാരോട്, ഡി മാതാക്കളോട്. 94 ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ആരെ അനുസരിക്കണമെന്നാണ് ദാസന്മാരോട് പൗലോസ്ലീഹ പറയുന്നത്? എ ഭൗമിക യജമാനന്മാരെ, ബി ഭൗതിക യജമാനന്മാരെ, സി ലൗകിക യജമാനന്മാരെ, ഡി ലൗകിക രാജാക്കന്മാരെ. 95 ആരെ ഭീഷണിപ്പെടുത്തരുതെന്നാണ് യജമാനന്മാരോട് പൗലോസ്ലീഹ പറയുന്നത്? എ സ്ത്രീകളെ, ബി വൃദ്ധരെ, സി കുട്ടികളെ, ഡി ദാസന്മാരെ. 96 അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവൻ. ഇത് ഏത് വാക്യമാണ്? എ എഫേസോസ് 6:7, ബി എഫേസോസ് 6:10, സി എഫേസോസ് 6:12, ഡി എഫേസോസ് 6:14. 97 ആത്മീയ സമരത്തിൽ നാം സ്വായത്തമാക്കേണ്ട ദൈവത്തിൻ്റെ ആയുധങ്ങളിൽ അഞ്ചാമത്തേത് എന്താണ്? എ രക്ഷയുടെ പടത്തൊപ്പി, ബി വിശ്വാസത്തിൻ്റെ പരിച, സി സുവിശേഷത്തിൻ്റെ പാദരക്ഷകൾ, ഡി ദൈവവചനമാകുന്ന വാൾ. 98 അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുവൻ എന്നാണ് പൗലോസ്ലീഹ എഫേസോസുകാരോട് ആവശ്യപ്പെടുന്നത്? എ എല്ലാ വിശ്വാസികൾക്കും വേണ്ടി, ബി എല്ലാ വിശുദ്ധർക്കും വേണ്ടി, സി എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഡി എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി. 99 എഫേസോസ് 6:20 പൗലോസ്ലീഹ എന്തിൻ്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി എന്നാണ് പറയുന്നത്? എ സുവിശേഷ രഹസ്യത്തിൻ്റെ, ബി സുവിശേഷ ഭാഗ്യത്തിൻ്റെ, സി സുവിശേഷ ശുശ്രൂഷയുടെ, ഡി പ്രാർത്ഥനയുടെ. 100 എഫേസോസുകാരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനു വേണ്ടി അവരുടെ അടുത്തേക്ക് പൗലോസ്ലീഹ അയക്കുന്നത് ആരെയാണ്? എ തീത്തോസിനെ, ബി സീലാസിനെ, സി തിമോത്തേയോസിനെ, ഡി തിക്കിക്കോസിനെ.